സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 5 വർഷത്തിന് മുമ്പ് തന്നെ പൂർത്തിയാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇത് വെളിപ്പെടുത്താൻ ഇത്ര കാലം വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആർക്കു വേണ്ടിയാണ് ഇത് വൈകിപ്പിച്ചത്? ഇതിന് തീർച്ചയായിട്ടും സമാധാനം പറയേണ്ട ഒരു ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. പല നടന്മാരുടെയും സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന മൊഴികൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്ര കാലം വെളിപ്പെടുത്താതിരുന്നത്. എന്നാൽ നിരന്തരമായ വിവരാവകാശ നിയമം അനുസരിച്ച് ഇത് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും അനുഗുണമായ ഒരു തീരുമാനം സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഉണ്ടായില്ല. എന്നാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് വെളിപ്പെടുത്തുകയും ചെയ്തു. വെളിപ്പെടുത്തിയപ്പോൾ അതിലെ പല ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് വെളിയിൽ വന്നത്. 23 ഖണ്ഡികകൾ ഒഴിവാക്കാൻ വിവരാവകാശ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെ മറികടന്ന് വിവരാവകാശ വകുപ്പ് നിർദ്ദേശിക്കപ്പെടാത്ത 11 ഖണ്ഡികകൾ കൂടി ഒഴിവാക്കിയാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അപൂർണമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ആരെയൊക്കെ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ ഉള്ള ഒരു പുറപ്പാട് ഇതിന് പിന്നിലുണ്ട് എന്ന് സ്വാഭാവികമായി സംശയിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പൂർണ്ണമായി കോടതിയിൽ സമർപ്പിക്കാൻ ഉത്തരവായിട്ടുണ്ട്. ഈ ഉത്തരവ് തികച്ചും ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അനവസരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് വീണ്ടും ഗവൺമെൻറ്റിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. എല്ലാ മേഖലയിലും പ്രബലന്മാരുണ്ടെന്നും ആ പ്രബലന്മാരാണ് ലോകത്തെ നയിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് തികച്ചും ബാലിശമാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് മഹത്തായ ഒരു ആശയത്തെ മുൻനിർത്തിയുള്ള ഒരു പാർട്ടിയിലാണ്. മർദ്ദിതരെയും ചൂഷകരെയും അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്നവരെയും പീഡിതരെയും സംരക്ഷിക്കുന്ന ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഉള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. പക്ഷേ അതിന് വിരുദ്ധമായ തരത്തിലുള്ള ഈ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുണ്ടായി. തീർച്ചയായും ആരെയൊക്കെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തരം താഴുന്നത് നമ്മൾ കണ്ടു. അനവസരത്തിലുള്ള ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണം രൂക്ഷമായി വന്നപ്പോൾ അദ്ദേഹം ഈ നിലപാടുകളൊക്കെ മാറ്റാൻ നിർബന്ധിതനാവുകയും ചെയ്തു. തീർച്ചയായിട്ടും ജനങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കുകയും സംരക്ഷിക്കപ്പെടേണ്ടവരെ സംരക്ഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുള്ളവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്തിരിയുന്നത് വളരെ ഖേദകരവും ലജ്ജാകരവുമായ കാഴ്ചയായി ജനം കാണുന്നതിൽ തെറ്റില്ലല്ലോ. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഈ നിലപാടുകളോട് ശക്തമായ വിയോജിപ്പുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ജനകീയമായ തരത്തിൽ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി IGയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഓഫീസർമാർ അടങ്ങുന്ന ഒരു അന്വേഷണ സമിതിയെ അദ്ദേഹം നിയോഗിച്ചത്. ചലച്ചിത്ര മേഖലയിലെ സ്വാധീനമുള്ള പലരുടെയും നിർദ്ദേശങ്ങൾക്കോ വഴങ്ങിയായിരിക്കാം തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിന് ഇടയാക്കിയത്. ഏതായാലും ഇത്തരം തീരുമാനങ്ങൾ വളരെ പ്രതികൂലമായി ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നു എന്നുള്ളത് സത്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പല വ്യക്തികളും വളരെ ശക്തമായിട്ട് പ്രതികരിച്ചപ്പോൾ നമ്മുടെ സൂപ്പർ താരങ്ങളൊക്കെ മൗനം പാലിച്ചിരിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അവർ മൗനത്തിൻ്റെ വൽമീകം തകർത്ത് ഈ
വസ്തുതാപരമായ കാര്യങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ അവരിലുള്ള വിശ്വാസ്യത നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. ഇനിയെങ്കിലും അവർ മൗനം ഭഞ്ജിച്ച് ഇല്ലെങ്കിൽ സൂപ്പർ താരങ്ങളുടെ വിശ്വാസ്യത കൂടുതൽ നഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോവിഡിന് ശേഷം മലയാള സിനിമ കൂടുതൽ കരുത്താർജിച്ചു വരുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും മലയാളം ഫിലിം ഇൻഡസ്ട്രി കൂടുതൽ കരുത്തോടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ മലയാള ഭാഷ വിട്ട് മറ്റു ഭാഷകളിലും വളരെ സജീവമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ കാലത്ത് മലയാള ഭാഷ സിനിമാ രംഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് ഇത് മാറി. ഇതിന് കാരണക്കാരായവരെ തീർച്ചയായിട്ടും സിനിമാ രംഗത്ത് നിന്ന് ഒഴിവാക്കാനും അതുപോലെ സിനിമാ രംഗം സംശുദ്ധമാക്കാനും ഉള്ള ഒരു നീക്കം നടത്തിയില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് മലയാള സിനിമയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുന്ന തരത്തിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ പല ആളുകളും ഇതിനു മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിച്ചവരായിട്ട് ഉണ്ട്. മഹാന്മാരായ പല സിനിമാ പ്രവർത്തകരുടെയും സിനിമയുടെയും ഒക്കെ മഹത്വം കൊണ്ട് നമ്മുടെ സിനിമാ ചരിത്രം വളരെ വിപുലവും സാംസ്കാരിക തലത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതുമാണ്. നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ മലയാള സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് മാത്രം മലയാള സിനിമ മറ്റ് ഭാഷാ ചിത്രങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ മറ്റു ഭാഷകൾക്ക് മുമ്പിൽ അപമാനിതമാവുന്ന ഒരവസ്ഥയുണ്ട്. ഇത് തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ്. കൂടുതൽ കരുത്തോടെ മലയാള സിനിമ ഇന്ത്യൻ സിനിമ രംഗത്ത് മുന്നിട്ട് വരേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അതിനുതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഈ രംഗത്തെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും എത്രയും വേഗം അഭിസംബോധന ചെയ്യുകയും അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ പെട്ട ആളുകളെ, കുറ്റക്കാരായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും മലയാള സിനിമാ രംഗം സംശുദ്ധമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗം കൂടുതൽ കലുഷിതമാകും. അമ്മ എന്ന് പറയുന്ന സംഘടന സത്യത്തിൽ താരങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ സംരക്ഷണത്തിനും അവരുടെ തൊഴിൽ സംരക്ഷണത്തിനും അവരുടെ അഭ്യുദയത്തിനും വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ മേഖലയിൽ അവർക്കനുഗുണമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാനും അതുപോലെ തന്നെ അവർക്കെതിരെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇതുവരെ നടത്തിക്കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അതിന് ബദലായി രൂപപ്പെട്ട ഒരു സംഘടനയാണ് WCC. ആ സംഘടനയിൽപ്പെട്ട പല നടിമാർക്കും സിനിമയിൽ അവസരം നിഷേധിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഇതുവരെ ഈ സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ WCCയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പാർവതി തിരുവോത്ത് പറഞ്ഞതുപോലെ ഈ സംഘടന നിലനിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അത് തന്നെയല്ല, ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ ഒരു ബോണസായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നുമാണ്. തീർച്ചയായിട്ടും WCCയുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന താരസംഘടന അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു വലിയ പരാജയമായിട്ട് മാറുകയും അത് ചിതറിപ്പോകുന്ന ഒരവസ്ഥയിലേക്കുമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നായക സ്ഥാനത്ത് നിൽക്കാൻ ആളില്ലാത്ത തരത്തിൽ കുറ്റാരോപിതരായ ആളുകളായി മാറി എല്ലാവരും. തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന സംഘടന താരങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യമായി ലഭിക്കുന്ന കാര്യത്തിലും ഒക്കെ കൂടുതൽ സജീവമായി ഇടപെടുകയും അതുപോലെ തന്നെ സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന നടിമാരുടെ ക്ഷേമത്തിന് ഉതകുന്ന ഒരു സംഘടനയായി WCCയും മാറി ഈ രംഗത്തെ കൂടുതൽ സംശുദ്ധവും എല്ലാവർക്കും മലയാള സിനിമയെക്കുറിച്ച് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ കുറ്റാരോപിതരായ ആളുകളെ ഈ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുകയും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത് ഈ രംഗത്തെ കൂടുതൽ സംശുദ്ധവും മികവുറ്റതുമാക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം.